25 വർഷത്തിനു ശേഷം സഹപാഠികൾ ഒരു വട്ടം കൂടി ഒത്തുചേർന്നു. പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും ഒത്തുചേർന്ന പൂങ്കാവനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായ ഒരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം. പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം, അന്നൂർ, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് 97-99 സയൻസ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾ 25 വർഷത്തിനു ശേഷം ഒരു വട്ടം കൂടി ഒത്തുചേർന്നു. സിൽവർ ജൂബിലി ആഘോഷം ജൂലൈ 28-ന് സഹപാഠികളുടെ സഹായത്തിനായും സൗഹൃദങ്ങൾ പുതുക്കാനുമായി 8 വർഷം മുൻപ് 100 അംഗങ്ങളുമായി രൂപീകരിച്ച വാട്സാപ്പ് കൂട്ടായ്മ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി അക്കാലത്തെ സയൻസ് ഗ്രൂപ്പിലെ തന്നെ 6 ക്ലാസുകളെ കൂടി കൂട്ടിച്ചേർത്ത് വലിയൊരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുകയുമായിരുന്നു. കോളേജ് സെമിനാർ ഹാളിൽ പ്രോഗ്രാം കൺവീനർമാരായ വിജേഷ് AM സ്വാഗതവും സനോജ് VP അധ്യക്ഷതയും വഹിച്ച പരിപാടി പ്രശസ്ത നാടക സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. വർഷം കഴിയുമ്പോഴും നിങ്ങൾ എല്ലാവരും ഇന്ന് ചിരിച്ച മുഖവുമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇത് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അത്യാവശ്യം സക്സസ് ആയി എന്നത് തന്നെയാണ്. ഇപ്പൊ ഷനോജ് പറയുകയായിരുന്നു, ഈ ഒരു ബാച്ച് 8 വർഷം മുമ്പേ തുടങ്ങിയപ്പോൾ ഒരുപാട് പേരെ സഹായിക്കാൻ സാധിച്ചു എന്ന്. ചില സിനിമകൾ നമ്മളെ വല്ലാതെ മോട്ടിവേഷൻ ചെയ്യും. കേരളത്തിൽ കോളേജുകളായാലും സ്കൂളുകളായാലും ഇതുപോലുള്ള കൂട്ടായ്മകൾ വീണ്ടും അലുമിനി മീറ്റിംഗ് നടക്കുന്നതിൽ ഒരു പ്രധാന കാരണം ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകന്റെ ക്ലാസ്മേറ്റ് എന്ന സിനിമ തന്നെയാണ്. ആ സിനിമ വന്നതിന് ശേഷമാണ് അതിനുശേഷമാണ് പഴയ കൂട്ടുകാരെയൊക്കെ കാണണമെന്നും അവരൊക്കെ ഏത് നിലയിലാണ് ജീവിക്കുന്നത്, അവരെങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ളൊരു ഒരാഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ സയൻസുകാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം നിങ്ങളെല്ലാം സയൻസായിട്ടാണ് കാണുക. പ്രത്യേകിച്ച് സയൻസിൻ്റെ അധ്യാപകരാണ് ഇവിടെ ഇരിക്കുന്നത്. കുറച്ച് ഗൗരവമായിരിക്കില്ല, ഇതിൽ പെട്ടെന്ന് ചിരിക്കൊന്നും ചെയ്യില്ല. കണക്കിൻ്റെ മാഷും സയൻസ് മാഷ്മാർക്കും അങ്ങനെയാണ്. കാരണം കുറച്ച് ടഫ് വിഷയമായതുകൊണ്ട് തന്നെ അവരും ഭയങ്കര ടഫായിരിക്കും. സന്തോഷ് മാഷ് അങ്ങനെയല്ല, കുറച്ചും കൂടി ചിരിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളൊക്കെ പേടിയിരിക്കും. ഞങ്ങൾ രണ്ടുപേരുടെ പേരും അതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ഈ ഗ്രൂപ്പ് ഒരു 1.5 ഗ്രൂപ്പ് തന്നെയാണ് എന്ന കാര്യത്തിൽ അതിൽ പറഞ്ഞു. ഇത്രയും പേരും പെരുമയും നേടിയ പയ്യന്നൂർ കോളേജിൽ പ്രോഗ്രാമുകൾ നടത്താൻ പറ്റിയ തരത്തിലുള്ള സൗകര്യപ്രദമായ ഒരു ഓഡിറ്റോറിയം അത്യാവശ്യമാണെന്നും സന്തോഷ് കീഴാറ്റൂർ അഭിപ്രായപ്പെട്ടു. കോളേജ് പ്രിൻസിപ്പാൾ VM സന്തോഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. PDC കാലഘട്ടത്തെക്കുറിച്ച് കൺവീനർ പ്രമോദ് പുത്തലത്ത് സംസാരിച്ചു. കോളേജിലെ പൂർവാധ്യാപകരെ വേദിയിൽ വെച്ച് ആദരിച്ചു. ഫിനാൻസ് കൺവീനർ ബിജു ജോൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും ഒത്തുചേർന്ന പൂങ്കാവനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായ ഒരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം. കുടുംബ സംഗമങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, ഔദ്യോഗിക യോഗങ്ങൾ, കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ, ക്യാമ്പ് ഫയർ, ക്രിയാത്മകമായ ചർച്ചകൾ, പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദമായി നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടെയും ശീതീകരിച്ച കിടപ്പുമുറിയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ്. ഒത്തുചേരാൻ ഒരുങ്ങുമ്പോൾ ഇനി ഓർക്കുക പൂങ്കാവനം. ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തര മലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക ഗരിമയും അടുത്തറിയുവാനുള്ള അവസരമാണ്. പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം, അന്നൂർ, പയ്യന്നൂർ. ബുക്കിംഗിനായി ബന്ധപ്പെടുക 9607575416 9447610737.